أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى صدق الله العظيم. സൂറത്തു ത്വാഹ 116. വഇദ് ഖുൽന, നാം പറഞ്ഞ സന്ദർഭം ഓർത്തു നോക്കുക. ലിൽ മലായിക്കത്തി, മലക്കുകളോട്, സ്ജുദൂ ലി ആദമ, നിങ്ങൾ ആദമന് സുജൂദ് ചെയ്യൂ എന്ന്. ഫസജദൂ, അപ്പോൾ അവർ സുജൂദ് ചെയ്തു. ഇല്ല ഇബ്ലീസ, ഇബ്ലീസ് ഒഴികെ. അബാ, അവൻ വിസമ്മതിച്ചു. ആദം ഇബ്ലീസ് കഥ പലവരും പറഞ്ഞതാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞ ദിവസം. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ആവശ്യമുള്ള വശങ്ങൾ മാത്രം പരാമർശിച്ച് ചുരുക്കിയാണിത് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. സൂറത്തുൽ ബഖറയിൽ വിശദമായി അത് വന്നിട്ടുണ്ട്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ സുമ്മ അറളഹും അലൽ മലായിക്ക. അള്ളാഹു ആദം അലൈഹി ഇസ്ലാമിന് വിജ്ഞാനം നൽകി, എല്ലാ നാമങ്ങളും പഠിപ്പിച്ചു. എന്നിട്ട് അവയെ മലക്കുകൾക്ക് പ്രദർശിപ്പിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ആദം പറയും പോലെ നിങ്ങൾ ഇവയുടെ പേരുകളൊക്കെ ഒന്ന് പറയൂ. അപ്പോൾ അവരാരും പറഞ്ഞില്ല. എന്നാൽ ആദം അലൈഹി ഇസ്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ആദം അലൈഹി സ്വലാം അവർക്കത് പറഞ്ഞു കൊടുത്തു. അതോടുകൂടി മനുഷ്യൻ്റെ യോഗ്യത നിങ്ങൾക്കറിയാത്തത് എനിക്കറിയും എന്ന് അള്ളാഹു നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അവർക്ക് ബോധ്യപ്പെട്ടു. സ്വാഭാവികമായും ആ മനുഷ്യൻ്റെ മുമ്പിൽ തലകുനിക്കുവാൻ മലക്കുകളോട് ആവശ്യപ്പെട്ടു. ആ സംഭവം സൂചിപ്പിക്കുന്നത് മലക്കുകളെക്കാളും മുകളിലാണ് മനുഷ്യൻ്റെ സ്ഥാനമെന്നാണ്. ഇവിടെ ആ വശം സൂചിപ്പിക്കാനാണ് കഥ ചുരുക്കി പറയുന്നത്. അഥവാ അള്ളാഹു ആദരിച്ചവനാണ് മനുഷ്യൻ. അള്ളാഹു നൽകിയ ഇൽമ് ഉൾക്കൊണ്ട് മനുഷ്യൻ വലിയ പദവിയാണ് നേടിയിട്ടുള്ളത്. അതിൻ്റെ സൂചനയാണ് മലക്കുകളുടെ സുജൂദ്. ജീവിതത്തിൽ നമുക്കത് കാണാം. മലക്കുകൾ മനുഷ്യനേക്കാൾ വിശുദ്ധരാണ്. നിഷേധികളെക്കാൾ വളരെ വലിയ സ്ഥാനമാണ് മലക്കുകൾക്കുള്ളത്. വിശ്വാസികളും മലക്കുകളും തമ്മിലുള്ളത് വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരാണ്. അഥവാ മലക്കുകളാണ് മുകളിൽ, എല്ലാ വിശ്വാസികളാണ് മുകളിൽ, ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ കാണാം. ആ മനുഷ്യൻ ആദരണീയനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് മലക്കുകളെ കൊണ്ട് അല്ലാഹു തആല ചെയ്യിപ്പിക്കുന്നത് അന്ന് സുജൂദാണ്. ആ സുജൂദിൻ്റെ അർത്ഥം മനുഷ്യൻ്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങി വേണം മലക്കുകൾ പ്രവർത്തിക്കാൻ എന്നാണ്. അഥവാ മനുഷ്യൻ്റെ പ്രവർത്തനത്തിൽ മലക്കുകൾ ഇടപെടുകയില്ല. അവന് സ്വതന്ത്രനാണ്. അതുകൊണ്ട് അവന് അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ മനുഷ്യന് നിരീശ്വരവാദം പ്രസംഗിക്കാം. മലക്ക് ഇടപെടുകയില്ല, അതവിടെ എഴുതി വെക്കുകയേ ഉള്ളൂ. ഇങ്ങനെ മനുഷ്യൻ്റെ ഏത് പ്രവർത്തനങ്ങൾക്കും എതിര് നിൽക്കാതെ അതിനു വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയും അള്ളാഹുവിൻ്റെ ഉത്തരവുണ്ടാകുമ്പോൾ മനുഷ്യനെ പിടികൂടുകയും ചെയ്യുക എന്നതാണ് മലക്കുകളുടെ റോള്. അതിൻ്റെ തുടക്കം ആ സുജൂദിൽ നിന്നാണ്. അങ്ങനെ മനുഷ്യൻ വളരെ ഉന്നത സ്ഥാനത്താണ് ഉണ്ടായിരുന്നത്. പക്ഷേ അന്ന് ഒരു ശത്രു മനുഷ്യന് രംഗത്ത് വന്നിട്ടുണ്ട്. മലക്കുകളെല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ല ഇബ്ലീസ് ഒഴികെ. ഇബ്ലീസ് എന്തുകൊണ്ട് സുജൂദ് ചെയ്തില്ല? അവൻ അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ചു. മലക്കുകളോടാണല്ലോ സുജൂദ് ചെയ്യാൻ പറഞ്ഞത്. എന്നിട്ട് എങ്ങനെയാണ് അത് ഇബ്ലീസിന് ബാധകമാകുന്നത്? ഇത് ഖുർആൻ പഠിതാക്കളും സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഒന്നുകിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇബ്ലീസിനോട് പറഞ്ഞിട്ടുണ്ടാകാം. എല്ലാ കഥയും ഇവിടെ പറയുന്നില്ലല്ലോ. അല്ലെങ്കിൽ മലക്കുകളോട് പറഞ്ഞത് ഇബ്ലീസിന് ബാധകമാകുന്ന വിധമായിരിക്കാം. വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ ഡയറക്ടറോട് നാളെ വിദ്യാലയങ്ങൾക്ക് പൊതു അവധി കൊടുത്തേക്കൂ എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും ബാധകമാണ് എന്നതുപോലെ മലക്കുകളോടുള്ള കൽപ്പന ഇബ്ലീസിനും ബാധകമാണ് എന്നതായിരിക്കാം. മറ്റൊരു സൂചനയുണ്ട് പറഞ്ഞിരുന്നു എന്നതിന്. അബ എന്നാണ്. അബ എന്ന് പറഞ്ഞാൽ അർത്ഥം വിസമ്മതിച്ചു എന്നാണ്. വിസമ്മതിക്കണമെങ്കിൽ ഒരു കൽപ്പന ഉണ്ടാകണം, വെറുതെ വിസമ്മതിക്കൂല. അപ്പോൾ കൽപ്പന ഇബ്ലീസിന് ബാധകമായിരുന്നു, അല്ലെങ്കിൽ ഇബ്ലീസിനോട് കൽപ്പിക്കപ്പെട്ടു എന്ന് ആ വാക്ക് വ്യക്തമാക്കുന്നുണ്ട്. സൂറത്തു അൽ അറാഫിൽ ലിമലം തസ്ജുദ് ഇത് അമർത്തുക, ഞാൻ കൽപ്പിച്ചപ്പോൾ താൻ എന്തുകൊണ്ടാണ് സുജൂദ് ചെയ്യാതിരുന്നത് എന്ന് അള്ളാഹു ഇബ്ലീസിനോട് ചോദിക്കുന്നു. ഇബ്ലീസിന്റെ മറുപടി അന ഖൈറു മിൻഹു, ഞാൻ അവനേക്കാൾ കേമനാണ്, അല്ലെങ്കിൽ ഞാൻ അവനേക്കാൾ ഉന്നതനാണ്. എന്താ കാരണം? ഖലഖതനി മിൻ നാർ വ ഖലഖതഹു മിൻ തൈൻ, നീ എന്നെ തീയിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, അവനെ മണ്ണിൽ നിന്നുമാണ്, അതുകൊണ്ട് ഞാനാണ് ഉത്തമൻ എന്ന് പറഞ്ഞാൽ അതാണ് വിസമ്മതത്തിന്റെ മർമ്മം. എന്നെക്കാൾ താഴ്ന്നവനായ, ജാതിയിൽ താഴ്ന്നവനായവന് സുജൂദ് ചെയ്യുക അഥവാ അവന് കീഴ്പ്പെടുക, വഴങ്ങുക എന്നത് അതിനൊന്നും എന്നെ കിട്ടുകയില്ല, അതിനൊന്നും ഞാൻ സമ്മതിക്കുകയില്ല എന്ന നിലപാടാണ് ഇബ്ലീസ് സ്വീകരിച്ചത്. ഇവിടെ അബ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ വിസമ്മതത്തിന്റെ കാരണം സൂറത്തുൽ ബഖറയിൽ പറഞ്ഞിടത്തുണ്ട്. അബ വസ്തക്ബറ, അവൻ വിസമ്മതിക്കുക മാത്രമല്ല അഹങ്കരിക്കുകയും ചെയ്തു. അല്ലാതെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് എന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇബ്ലീസിനില്ലാത്ത പരാതി ഈ വിഷയത്തിൽ നമുക്കുണ്ടാവേണ്ടതില്ല. ഇബ്ലീസ് വിസമ്മതിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ അംഗീകരിച്ചു എന്നാണ്. ഇനിയുമുണ്ട് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. നേരത്തെ കഥ വന്നിടത്ത് പരാമർശിച്ചത് തന്നെയാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുന്നു? ഇപ്പോൾ മലക്കുകളോ ജിന്നുകളോ മനുഷ്യരോ അല്ലാഹു അല്ലാത്ത അവൻ്റെ ഒരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്താൽ അത് ഷിർക്കാണ്. ഇന്ന ഷിർക ലളുൽമുൻ അലീം, ഷിർക്ക് ഗുരുതരമായ അക്രമവുമാകുന്നു. അങ്ങനെയുള്ള ഈ സുജൂദ് മനുഷ്യനായ ആദമിന് ചെയ്യാൻ കൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? മലക്കുകൾ മനുഷ്യരെ പോലെ തന്നെ അള്ളാഹുവിൻ്റെ അടിമകളാണെന്ന് മാത്രമല്ല, അവർ അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനയും അനുസരിക്കുന്ന അടിമകളാണ്. അവർ ധിക്കരിക്കുകയില്ല. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അള്ളാഹു കൽപ്പിച്ചത് മലക്കുകൾ ധിക്കരിക്കുകയില്ല, കൽപ്പിച്ചതൊക്കെ അനുസരിക്കുന്നവരാണ് എന്ന് മലക്കുൽ മൗത്തിന്റെ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്. അതെല്ലാ കാര്യത്തിലും മലക്കുകൾക്കുള്ളൊരു നിലപാടാണ്. അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് ചെയ്യും. അതുകൊണ്ട് അള്ളാഹു കൽപ്പിച്ചിട്ട് ചെയ്താൽ ആദം അലൈഹിസ്സലാമിന് മലക്കുകൾ ചെയ്ത സുജൂദ് അള്ളാഹുവിനുള്ള ഇബാദത്ത് ആണ്. എന്നാൽ പ്രത്യക്ഷത്തിൽ സുജൂദ് ആദം അലൈഹിസ്സലാമിനാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഒരു കർമ്മം നോക്കിയിട്ടല്ല, ആ കർമ്മം ആര് പറഞ്ഞിട്ട് ചെയ്യുകയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നന്മയാകുന്നതും നന്മയല്ലാതെയാകുന്നതും ഷിർക്കാകുന്നതും തൗഹീദാകുന്നതുമൊക്കെ. ഉദാഹരണമായി കൊല്ലരുത്, കൊല്ലാൻ പാടില്ല. ഖത്ലുൻ നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അള്ളാഹു പവിത്രമാക്കിയ ആത്മാവിനെ ഹനിക്കുക എന്ന് പറയുന്നത് 7 സബുൽ മുബിഖാത്ത് 7 മഹാപാപങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ സൂറത്തുൽ മാഇദയിൽ മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഫകഅന്നമാ ഖതലൻ നാസ ജമീഅ, അന്യായമായിട്ട് ഒരു നഫ്സിനെ വധിച്ചാൽ അത് മാനവരാശിയെ മുഴുവൻ വധിച്ചതിന് തുല്യമാണ് എന്ന് പറയുന്നുണ്ട്. അതേ അള്ളാഹു തന്നെ വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, ചില ശത്രുക്കളെ പരാമർശിച്ചിട്ട് അവരെ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയണം.
ഫലർബർ റിഖാബ്, പെരടി വെട്ടണം. അതുപോലെ അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ കയ്യും കാലും വെട്ടലും, കുരിശിൽ തറക്കലും, കണ്ണ് ചൂഴ്ന്നെടുക്കലും, നാട്ടിൽ നിന്ന് പുറത്താക്കലും ഒക്കെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ഒരു പോരാളി എതിരെ വരുന്ന സൈന്യത്തെ വെട്ടുന്നത്, കൊല്ലുന്നത് പുണ്യകർമ്മമായി മാറുന്നു. അതേസമയത്ത് അന്യായമായി അഥവാ അനുവാദമില്ലാതെ ചെയ്യുന്നത് കടുത്ത അപരാധമായി മാറുന്നു. എന്നതുപോലെ തന്നെയാണ് ഷിർക്കും തൗഹീദും. ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചതുകൊണ്ട് അത് തൗഹീദിന് വിരുദ്ധമല്ല, അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്. കാരണം ഇബാദത്തിൻ്റെ അടിസ്ഥാനം, ഇബാദത്തിൻ്റെ പൂർണ്ണത വരുന്നത് അള്ളാഹു പറഞ്ഞത് എന്തും അനുസരിക്കുമ്പോഴാണ്. അതേസമയത്ത് അനുവാദമില്ലാതെ ചെയ്താലോ, ചെയ്താൽ ഇന്ന ഷിർക്കൽ ദുൽമുൻ അലീം, കടുത്ത കുഫ്ർ ആയിട്ട് മാറുന്നു. അതുകൊണ്ട് ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്ത മലക്കുകൾ മൂമിനും മുവഹീദുമാണ്. എന്നാൽ എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യൂ എന്ന് ശഠിച്ച ഇബ്ലീസ്, വിസമ്മതിച്ച ഇബ്ലീസ് കടുത്ത ധിക്കാരിയും നിഷേധിയും ഒക്കെയായിട്ട് മാറുകയാണ്. മനുഷ്യനെ അള്ളാഹു തആല പഠിപ്പിക്കുകയാണ്, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചാൽ, അള്ളാഹു പറഞ്ഞതുപോലെ ചെയ്താൽ എന്തും പുണ്യമാകും. അള്ളാഹു പറഞ്ഞതിന് വിരുദ്ധമായി ചെയ്താൽ പ്രത്യക്ഷത്തിൽ തൗഹീദാണ്, അള്ളാഹു അല്ലാത്തവനെ ഞാൻ ആരാധിക്കുകയില്ല എന്നാണ് പറഞ്ഞത് എന്ന് തോന്നും ഇബ്ലീസിൻ്റെ വർത്തമാനം കേട്ടാൽ. പക്ഷേ അപ്പോൾ പോലും അത് കുറ്റകൃത്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശാപം വരെ ഏൽക്കുന്നുണ്ട് ഇബ്ലീസിന്. അങ്ങനെ ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന യാഥാർത്ഥ്യം ഈ ആയത്ത് നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്നുണ്ട്. അള്ളാഹു അവൻ്റെ കലാം ശരിയായി പഠിക്കാൻ, പാഠങ്ങൾ ഉൾക്കൊള്ളാൻ, ജീവിതത്തിൽ പകർത്താൻ, സമൂഹത്തിൽ പടർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.